ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇവിടെ എറണാകുളത്ത് KSRTC ബോട്ടിയെട്ടിക്കകത്ത് ബസ് സ്റ്റാൻഡിനകത്ത് മെഴുകുതിരിയും തീപ്പെട്ടിയും കൊടുത്തുള്ള ഒരു പ്രതീകാത്മക പ്രതിഷേധം സംഘടിപ്പിക്കുകയായിരുന്നു. ആ പ്രതിഷേധത്തിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഉണ്ടാകാതിരുന്ന പവർ കട്ട് എന്ന് പറയുന്ന സംവിധാനത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. 15 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് 15 അരമണിക്കൂറും 1 മണിക്കൂറുമായിട്ടെല്ലാം യഥേഷ്ടം കറണ്ട് കട്ട് ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ വേൾഡ് കപ്പിൻ്റെ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ആരംഭത്തിൽ നമ്മൾ കണ്ടു, കളികൾ നടക്കുന്ന പ്രധാനപ്പെട്ട കളികൾ ഉൾപ്പെടെ നടക്കുന്ന സമയത്ത് രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ പവർ കട്ട് ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടു. അന്ന് DYFI ഉൾപ്പെടെ KCB ഓഫീസിലേക്ക് ഫുട്ബോൾ തട്ടി ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. എന്നാൽ അതിൻ്റെ തുടർച്ചയിൽ വൈദ്യുതി മന്ത്രി പറഞ്ഞത് അത്തരത്തിലുള്ള ആ സമയത്ത് കട്ട് ചെയ്യുന്നതിനുള്ള പരിപാടികൾ അവസാനിപ്പിക്കുമെന്നുള്ളൊരു നിലയിലാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് വരുന്ന ദിവസങ്ങളിലോട്ട് വരുമ്പോഴും പൂർണ്ണമായും അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകുമെന്ന് പറഞ്ഞിരുന്നില്ല. പക്ഷേ വീണ്ടും അടുത്ത ദിവസങ്ങളിലോട്ട് വരുമ്പോഴും ഈ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ഓരോ ദിവസവും രാവിലെ ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് വൈദ്യുതി കട്ട് ചെയ്യുന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അരമണിക്കൂറും 1 മണിക്കൂറൊക്കെയായി പല സമയങ്ങളിലായി ഇപ്പോൾ വൈദ്യുതി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രഖ്യാപിതമായി തന്നെ അരമണിക്കൂറിൽ കൂടുതൽ വൈദ്യുതി കട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പറയാതെയും ചെയ്യുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷക്കാലം 2026 മെയ് മാസം വരെ ഇത്തരത്തിലുള്ള പ്രവണത നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല. അതിന് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ നിയന്ത്രിക്കേണ്ടതും അല്ലെങ്കിൽ യഥേഷ്ടം വൈദ്യുതി എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതുമായിട്ടുള്ള ഗവൺമെൻറ് സംവിധാനവും വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ പറയുന്നത് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് പോലും നമ്മുടെ നില തന്നെ തെറ്റിയതാണോ എന്ന് തോന്നുന്ന രീതിയിലാണ് വൈദ്യുതി മന്ത്രിയുടെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എൽനിനോയും ഉൾപ്പെടെയുള്ള പ്രതിഭാസങ്ങളെക്കുറിച്ച് കൊണ്ടാണ് വൈദ്യുതി മുടങ്ങുന്നതിനെക്കുറിച്ച് ഇപ്പോഴും വൈദ്യുതി മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാതെ നോക്കുകുത്തിയായി ഇരുന്നു കൊണ്ട് തങ്ങളുടെ ഇഷ്ടക്കാരെ അവരുടെ യഥേഷ്ടം കക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ കീ പൊസിഷനുകളിൽ ഇരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇക്കൂട്ടർ. ഇപ്പോൾ അവർ ജനങ്ങളെ ബാധിക്കുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്കകത്ത് ഇടപെടുകയോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സംവിധാനങ്ങൾ ഈ സംസ്ഥാനത്തിനകത്ത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയോ അല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവരുടെ അശ്രദ്ധ മൂലവും ഇത്തരത്തിലുള്ള വലിയ ബുദ്ധിമുട്ടുകൾ ഇന്ന് നമ്മുടെ നാട് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വൈദ്യുതി മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കണം എന്ന് DYFI കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് എറണാകുളത്ത് ടൗണിനകത്ത് ഇത്തരത്തിലുള്ള പ്രതീകാത്മകമായി എല്ലാ വീടുകളിലേക്കും വേണ്ട മെഴുകുതിരിയും തീപ്പെട്ടിയും കൊടുക്കുക എന്ന ഒരു പരിപാടി ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ തുടർച്ചയിൽ നാളെ ബ്ലോക്ക് കേന്ദ്രങ്ങൾക്കകത്ത് എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങൾക്കകത്തും പ്രതിഷേധം ഈ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് DYFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനും DYFI തീരുമാനിച്ചിട്ടുണ്ട്.